ടീച്ചറെ ഗുഡ് മോർണിംഗ്. Good morning, all. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, Miss. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ്. ഇതാരൊന്ന് റിപ്ലൈ തരാട്ടെ? നോക്കിയില്ല? എന്താണ്? നോക്കിയോ? നോക്കിയില്ലയോ? മറുപടി വരാ. നോക്കിയില്ല. എന്താ ചെയ്? നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ ക്ലിയർ ആണോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം ഓരോ ദിവസം എടുക്കുന്നതൊന്ന് നോക്കാനായിട്ട് കേട്ടോ. എന്നാലല്ലേ മിസ് നെക്സ്റ്റ് ദിവസം അടുത്ത ദിവസം ക്ലാസ്സിൽ കയറും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് വെച്ച് ലാസ്റ്റ് നമ്മൾക്കിന് ഒരു ലോഡ് ആവും കേട്ടോ. പരമാവധി മാക്സിമം നോക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ചാപ്റ്റർ എടുക്കുമ്പോ ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് കൂട്ടല്ല, കുറച്ച് ടഫ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ എന്താണ്, എല്ലാ ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് ഒരു ലോഡ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ക്ലാസ് അല്ലേ കിട്ടുന്നുള്ളൂ. ഒരു ക്ലാസ്സിന് ഒരു 10 മിനിറ്റ് വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം ഒരു ദിവസം.
അപ്പൊ 20 മിനിറ്റ് 2 ക്ലാസ്സിനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ ആവാത്തതുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോ ആ മിസ് പിറ്റേ ദിവസം ആയിരിക്കില്ല 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ ചോദിക്കാം മിസ് എനിക്ക് ഈ ഭാഗം കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആവാനുണ്ടോ എന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മിസ് കീ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞില്ലേ ക്വാളിറ്റി മാനേജർ അതാണല്ലേ അവിടെ വരെ എടുത്തത്. നെക്സ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നൽകുന്നത് എങ്ങനെയാണ് എന്തിന്റെ ബേസിസിലാണ് നോക്കിയേ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് patient contentment and enhancing quality standards across the hospital of our country. എന്താണ് നമ്മുടെ of our country നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിന്റെ സംതൃപ്തി അവരുടെ കണ്ടന്റ്മെന്റ് അല്ലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് പിന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രക്രിയയാണ് ഒരു പ്രോസസ്സിനെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ ഹോസ്പിറ്റലില് കൊടുക്കുന്ന പരിചരണം അല്ലെ കെയർ ട്രീറ്റ്മെന്റ് സർവീസുകൾ ഡോക്ടേഴ്സിന്റെ സർവീസുകൾ അതൊക്കെ എന്താണ് ക്വാളിറ്റി ഉണ്ടോ അല്ലെ ഗുണനിലവാരമുണ്ടോ പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അംഗീകാരം കൊടുക്കുന്നത് ആണോ? അപ്പൊ എന്താണ് അപ്പൊ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകളിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം നിലവാരമുള്ള അല്ലെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയെ ഒരു പ്രോസസ്സിനെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതിൽ ആരൊക്കെ വരുന്നുണ്ട് ആ കമ്മിറ്റിയിൽ അതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ട് ഉൾപ്പെടുന്നത് നോക്കിയേ. ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും അതിലെ ടോപ്പ് മാനേജ്മെന്റിലെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ അണ്ടറിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അല്ലെ പിന്നെ എന്താണ് മെഡിക്കൽ സൂപ്രണ്ടും വരുന്നത്. രണ്ടാൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ കീഴിൽ വരുന്നത്. ആരൊക്കെയാണ്? സിഇഒയും മെഡിക്കൽ സൂപ്രണ്ടും. ഇവരുടെ അണ്ടറിൽ വരുന്നത് ക്വാളിറ്റി മാനേജർ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലെ വർക്കുകളും മെഡിക്കൽ സൂപ്രണ്ട് മെഡിക്കൽ കെയർസ് അല്ലെ ഹോസ്പിറ്റലിൽ 2 തരം ഇതിലെ മെഡിക്കൽ ഉണ്ട് നോൺ മെഡിക്കൽ ഉണ്ട് അല്ലെ ഇല്ലേ മെഡിക്കലും നോൺ മെഡിക്കലും പ്രവർത്തനങ്ങളിലെ അപ്പൊ രണ്ടിന്റെയും ആളുകളും പിന്നെ എന്താണ് അവരെ അണ്ടറിൽ ക്വാളിറ്റി മാനേജർ അല്ലെ ക്വാളിറ്റി മാനേജർ അണ്ടറിൽ ആരാണ് വരുന്നത്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ ക്വാളിറ്റി എക്സിക്യൂട്ടീവും representatives from all medical and non-medical department. ആരൊക്കെ വരുന്നുണ്ട്? ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. റെപ്രസെന്റേറ്റീവ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് പ്രതിനിധികൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ ക്വാളിറ്റി കോർഡിനേറ്ററിന്റെ അണ്ടറിൽ ക്വാളിറ്റി അസിസ്റ്റന്റ്. ഈ ഡയഗ്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ആരാണ് ഹെഡ് ഓഫ് ദി ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജറിലെ അണ്ടറിൽ വരുന്നത് ആരാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നോക്കി വെക്കാം കേട്ടോ.
ക്ലിയർ ആണോ ഇത് ആ ഡയഗ്രാം? നെക്സ്റ്റ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റേഷൻ refers to public recognition. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പൊതു അംഗീകാരമാണ് അല്ലെ, ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന ഒരു പൊതു അംഗീകാരം അല്ലേ പബ്ലിക് റെക്കഗ്നിഷൻ അല്ലേ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ ഓപ്പറേഷൻസ്, അവിടുത്തെ ഫങ്ഷൻസ് എന്താണ്? ക്വാളിറ്റി ഉണ്ട് അല്ലെ. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരു അംഗീകാരം അല്ലേ അക്രഡിറ്റേഷൻ ലഭിക്കാന്നുള്ളത്, അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതു അംഗീകാരമാണ്. For a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standard. ഒരു ഹോസ്പിറ്റലിലേക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ എങ്ങനെയാ കിട്ടുന്നത്? എന്ത് നോക്കിയിട്ടാണ്? അവിടുത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെ, നിലവാരവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം അല്ലെ, അവിടുത്തെ പെർഫോമൻസിന്റെ നിലവാരത്തെ ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ അംഗീകാരം നടത്തുന്നത് അല്ലേ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ അല്ലെ, പ്രകടന നിലവാരം എന്ന് പറയുന്നത് എന്താ? പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്താ? ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്താണ്? പ്രകടനം. ഗുഡ് പേഷ്യന്റ് കെയർ അല്ലെ, എല്ലാം ഉൾപ്പെടുന്നില്ലേ? സർവീസുകള്, ഹോസ്പിറ്റലിന്റെ സർവീസ്, ഡോക്ടർമാരുടെ സർവീസ് അല്ലെ, അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകള്, എക്യുപ്മെന്റുകളുടെ സേവനം അല്ലെ, ടെസ്റ്റിംഗ് റിസൾട്ടുകൾ അല്ലെ, ക്വാളിറ്റി ഉള്ള. പിന്നെ എന്തെന്നുണ്ട്? ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റ് നീറ്റ് ആണോ അല്ലെ? അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഗുഡ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിന്റെ എന്താണ്? പെർഫോമൻസിനെ ബാഹ്യ വിലയിരുത്തലിലൂടെ ആ പെർഫോമൻസിനെ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. ആ സ്റ്റാഫിന്റെ ബിഹേവിയർ, ആ സ്റ്റാഫിന്റെ പെരുമാറ്റം, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇവാലുവേഷൻ നടത്തും അല്ലെ, വിലയിരുത്തല് നടത്തിയിട്ടാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൽസറി അല്ല, നിർബന്ധമല്ല. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ വേണമെന്നുള്ളത് കമ്പൽസറി അല്ല. It is an ongoing or continuous process. ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറഞ്ഞില്ലേ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എ ഓൺഗോയിങ് പ്രോസസ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് തുടർച്ചയായി വിലയിരുത്തുന്നുണ്ടോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഉണ്ടല്ലേ. എന്താണ്? മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് നിങ്ങളെ തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ അക്രഡിറ്റേഷൻ കൊടുക്കുക. അക്രഡിറ്റേഷൻ കൊടുത്ത് എന്താണ്? അവരെ തുടർച്ചയായി ഓരോ 4 വർഷം കൂടുമ്പോഴും നമുക്ക് റിന്യൂ ചെയ്യണം, പുതുക്കണം അക്രഡിറ്റേഷൻ. അപ്പൊ എന്ത് ചെയ്യും? ആ 4 വർഷം കൂടി അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ വീണ്ടും ഇവരെന്ത് ചെയ്യണം? ഇവിടുത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വേണ്ടേ? വേണ്ടേ? വേണോ? വേണം. അപ്പൊ എന്താണ്? അക്രഡിറ്റേഷൻ ഈസ് എ
ongoing process or continuous process. Accreditation എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ക്ലിയർ ആയിട്ട്? ഇപ്പൊ ആദ്യം ഇപ്പൊ 2020 ആ ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു. അത് പിന്നെ എന്ന് പുതുക്കണം? 4 വർഷം കഴിയുമ്പോ പുതുക്കണം അല്ലെ? ഒന്നുകൂടെ പറയാം. 4 വർഷം കൂടുമ്പോ പുതുക്കണം. അപ്പൊ 2024 പുതുക്കേണ്ടി വരുമ്പോഴ് അവർക്ക് 2020 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയോ ഹോസ്പിറ്റലില്? മതിയോ? പോരാ. അഡീഷണൽ കുറച്ചും കൂടി ഫെസിലിറ്റീസ് അല്ലെ, ക്വാളിറ്റീസ് ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടി വരുമോ? അപ്പൊ നമുക്കറിയാം എന്താണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊക്കെ അല്ലേ. പണ്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണോ ഇന്ന് നമുക്ക് ലഭിക്കുന്നത്? ആണോ? പണ്ട് ഫെസിലിറ്റീസ് അല്ല അല്ലെ. ഇപ്പൊ എന്താണ് ഇത് പുതുക്കിക്കൊണ്ടിരിക്കണം അല്ലെ, അവിടുത്തെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ട്രീറ്റ്മെന്റുകള്, എക്യുപ്മെന്റുകള് അല്ലെ, സർവീസുകൾ, ഡോക്ടേഴ്സ്. അപ്പൊ എന്താണ് വീണ്ടും അക്രഡിറ്റേഷൻ, വീണ്ടും ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെ. അതുകൊണ്ട് ഇതെന്താണ് ഓൺഗോയിങ് പ്രോസസ് അല്ലേ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ലേ. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ 2024 അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇംപ്രൂവ്മെന്റുകൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകൾ അവരവിടെ സ്റ്റോപ്പ് ചെയ്യാണ്? അല്ല, അവരത് വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ഫെസിലിറ്റീസ്, ട്രീറ്റ്മെന്റുകൾ. അപ്പൊ ഇതെന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. ക്ലിയർ ആയോ ക്രിസ്റ്റീന? ഓക്കെ. നെക്സ്റ്റ്, ഈ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും, ആ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ട് അല്ലെ. ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? പേഷ്യൻസിന് മാത്രമാണോ ലഭിക്കുന്നത്? പിന്നെ ആർക്ക് ലഭിക്കുന്നുണ്ട്? സ്റ്റാഫുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഹോസ്പിറ്റലിന് ലഭിക്കുന്നുണ്ടോ? ഓർഗനൈസേഷന്, ഹോസ്പിറ്റലിന് ലഭിക്കുന്നുണ്ടോ? അപ്പൊ ഈ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ട് 3 ആളുകൾക്കാണ് ബെനിഫിറ്റ്സ്. പേഷ്യൻസിന്, ഹോസ്പിറ്റലുകൾക്ക്, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്. മെയിൻ ബെനിഫിറ്റ്സ് ആർക്കാ കിട്ടുന്നേ? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാല് ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് പേഷ്യൻസിന് അല്ലെ. അവർക്ക് എന്താണ്? ഒന്നും നോക്കണ്ട അല്ലെ. അവർക്ക് എന്താണ്? ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകള്, സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കും? എറർ ഫ്രീ ആയിട്ടുള്ള അല്ലെ, ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും അല്ലെ. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കും? യോഗ്യരായ, ക്രെഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നോക്കാം ഇനി നമുക്ക് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത്? പേഷ്യൻസ് ആർ ദി ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ആരാണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ, അംഗീകാരം ലഭിച്ചാൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണ്? അവിടെ വരുന്ന രോഗികളാണ്. നെക്സ്റ്റ്, അക്രഡിറ്റേഷൻ possess high quality of care and patient safety. അക്രഡിറ്റേഷൻ എന്തിനൊക്കെ കാരണമാകുന്നു? ഹൈ ക്വാളിറ്റി കെയർ അല്ലെ, ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കുന്നു അല്ലെ ഹോസ്പിറ്റല്. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി, പേഷ്യൻസിന്റെ, രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം ലഭിക്കുള്ളൂ.
നല്ല നിലവാരമുള്ള പരിചരണം കൊടുത്താല് പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പ് നൽകിയാൽ മാത്രമല്ലേ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം ലഭിക്കുള്ളൂ. അക്രഡിറ്റേഷൻ എന്തിനൊക്കെ കാരണമാകുന്നു? പേഷ്യൻസിന് ഉയർന്ന നിലവാരമുള്ള പരിചരണം ലഭിക്കാനും അവരുടെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നു. Chapter Quality Assurance of NAB. The patients are serviced by credentialed medical staff. പേഷ്യൻസിന് ആരായിരിക്കും സേവനം നൽകുന്നത്? പേഷ്യൻസിന് ക്രെഡൻഷ്യൽഡ് സ്റ്റാഫ് അല്ലെ, യോഗ്യരായിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും പരിചരണം കൊടുക്കുന്നത്. അല്ലാണ്ട് ക്വാളിഫൈ അല്ലാത്ത ആളുകളെ പിടിച്ച് നിയമിക്കോ? ഡോക്ടറായിട്ട്, നഴ്സായിട്ട്, ടെക്നിക്കൽ സ്റ്റാഫുകളായിട്ട് നിയമിക്കോ? അങ്ങനെ നിയമിച്ചാൽ എന്താണ്? അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കില്ല അല്ലെ, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവിടെ പേഷ്യൻസിന് സേവനം നൽകുന്നത്, സർവീസ് കൊടുക്കുന്നത് യോഗ്യരായിട്ടുള്ള അല്ലെ, ക്രെഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. ക്ലിയർ ആണോ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്താണ്? പേഷ്യൻസിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ്സ് എന്താണ്? പേഷ്യൻസ് ആയ നമ്മുടെ റൈറ്റ്സ് എന്താണ്? ഗുഡ് ട്രീറ്റ്മെന്റ് ലഭിക്കുക അല്ലെ, ക്വാളിറ്റിയുള്ള സർവീസുകൾ ലഭ്യമാക്കുക അല്ലെ, അല്ലേ? എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങള് ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. എന്താണ്? പേഷ്യൻസിന്റെ തൃപ്തി, സംതൃപ്തി എന്താണ്? ഫ്രീക്വന്റ് ആയിട്ട് വിലയിരുത്തപ്പെടുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തപ്പെടുന്നു. ഇപ്പൊ ഹോസ്പിറ്റലില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, പേഷ്യൻസ് ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യുന്നതുണ്ടോ? കളക്ട് ചെയ്യണില്ലേ? എന്തിനു വേണ്ടിയിട്ടാണത്? സാറ്റിസ്ഫാക്ഷൻ സർവേ, ഫീഡ്ബാക്ക്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് അവര് നമുക്ക് കൊണ്ടുവന്ന ഒരു ഫോം തരാറുണ്ടോ? ഇവിടെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എത്ര ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിച്ചോ അല്ലെ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സർവീസുകൾ ലഭ്യമായോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യനെയർ വെച്ച് ഞാനിട്ട് സാറ്റിസ്ഫൈഡ് ആണോ, ടോക്കൺ സാറ്റിസ്ഫൈഡ് ആണോ, നോട്ട് സാറ്റിസ്ഫൈഡ് ആണോ, ഗുഡ് ആണോ, ബാഡ് ആണോ എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ചെയ്യാൻ തരാറില്ലേ? ചെക്ക് ലിസ്റ്റ് പോലെ. അതെന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നേ? എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നേ? നമ്മളിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ അല്ലെ, അതല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നറിയാനല്ലേ. അപ്പൊ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. പേഷ്യൻസിന്റെ സംതൃപ്തിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ലേ, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കില്ലേ? എന്തെങ്കിലും അവർ ആ സാറ്റിസ്ഫാക്ഷൻ സർവേ നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് കണ്ടെത്താനും അവിടെ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാനും സാധിക്കുന്നു അല്ലെ ഹോസ്പിറ്റലിൽ. ആണോ? ക്ലിയർ ആയോ? ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്റ്റർ. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും? ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? Accreditation to a healthcare organization invigorates continuous improvement. എന്ത് ചെയ്യുന്നു? അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന്, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അംഗീകാരം ലഭിക്കുമ്പോ അത് എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, തുടർച്ചയായിട്ടുള്ള പുരോഗതി, ഇംപ്രൂവ്മെന്റിനെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ. ഇൻവിഗറേറ്റ്സ്, ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? വർദ്ധിപ്പിക്കുന്നു അല്ലെ, ആണോ?
ഒരു ഹോസ്പിറ്റലിനെ കൂട്ടുന്നു. അപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. എന്താണ്? ഓരോ തവണ എന്താണ് അവര് ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തി അല്ലെ, എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെ, സർവീസുകൾ എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവിടെ എന്തെങ്കിലും സർവീസ് അല്ലെങ്കിൽ സേവനങ്ങളോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അവിടെ ആഡ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇവരിതാണ് തുടർച്ചയായി വിലയിരുത്തിയിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അല്ലെ ഹോസ്പിറ്റലിൽ. ആണോ അല്ലേ? ആണോ? ഇപ്പൊ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ചു നാൾ മുമ്പ് ലൈസൻസ് എടുത്തവരും ഇപ്പൊ ടെസ്റ്റ് ലൈസൻസ് എടുക്കുന്നവരും എന്താണ് വ്യത്യാസം പറയാമോ നിങ്ങൾക്ക്? പണ്ട് എന്താണ് ലൈസൻസ് എടുത്തവർക്ക് ജസ്റ്റ് എല്ലാം മാറിയില്ലേ, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി. എന്താണ്? ആക്സിഡന്റുകൾ, റോഡ് ആക്സിഡന്റുകൾ കൂടിയപ്പോ എന്ത് ചെയ്തു? കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കില്ലേ റൂൾസുകൾ? ആണോ? ചേഞ്ചസ് കൊണ്ടുവരല്ലേ ചെയ്തത് അവര്? സ്ട്രിക്റ്റ് ആക്കി കുറച്ചുകൂടി ചേഞ്ചസ് ഇംപ്രൂവ്മെന്റുകളല്ലേ കൊണ്ടുവന്നേക്കണത് ടെസ്റ്റുകളില്. നേരത്തെ എളുപ്പമായിരുന്നു, ഇപ്പൊ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു അല്ലെ, ആക്സിഡന്റ് കുറയ്ക്കാനായിട്ട്. എന്താണ്? വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടാനായിട്ട് അല്ലെ? ആണോ? കോൺഫിഡൻസ് കൂടുതൽ ഇപ്പൊ അവർക്ക്. അപ്പൊ അതെന്താ? ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരല്ലേ ചെയ്തേക്കുന്നേ അവരൊരുപാട് അല്ലെ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമല്ലേ ആ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നേക്കുന്നേ. സീറ്റ് ബെൽറ്റ് അല്ലേ? എന്താണ്? അതേപോലെ എന്ത് ചെയ്യും? ഹെൽത്ത് അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോ എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ ഇനിയിപ്പോ കുറച്ചാൾ കഴിയുമ്പോ ഇതായിരിക്കില്ല റൂൾസ് അല്ലെ, ഇതിലും കൂടുതലായിട്ടുള്ള റൂൾസുകളായിരിക്കും കൊണ്ടുവരുന്നത് അല്ലേ? ആണോ? ഇതിപ്പോ ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ലെറ്റ്സ് the organization demonstrate commitment to quality care and patient safety, thereby guarantee best clinical outcomes. അപ്പൊ എന്താണ്? ആ പേഷ്യൻസിനെ അങ്ങനെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലുകള് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം എങ്ങനെയുള്ളതായിരിക്കും? ഇങ്ങനെയുള്ളതായിരിക്കും. ക്വാളിറ്റി ഉള്ളത് അല്ലെ, ക്വാളിറ്റി കെയറും പിന്നെ എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തിയതായിരിക്കും അല്ലെ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഗുണനിലവാരമുള്ള പരിചരണവുമായിരിക്കും ലഭിക്കുന്നത്. അതുവഴി ഹോസ്പിറ്റലുകാർക്ക് എന്താ ലഭിക്കുന്നത്? ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ് അല്ലെ. പേഷ്യന്റിൽ നിന്ന് എന്താണ്? ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ് അല്ലെ ലഭിക്കുന്നത്? മികച്ച ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലുകാർക്ക് എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ അസുഖങ്ങളൊക്കെ മാറി അവര് നല്ല ഹെൽത്ത് ആയിട്ട് അല്ലെ, അവരുടെ ഹെൽത്ത് വീണ്ടെടുത്ത് അവർക്ക് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായി സാധിക്കുന്നു. നല്ല പേര് കിട്ടുന്നു അല്ലെ, നല്ല ഇമേജ് കിട്ടുന്നു ഹോസ്പിറ്റലുകാർക്ക് അല്ലെ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഈ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലുകാര് അവിടെ പേഷ്യൻസിന് നൽകുന്ന പരിചരണം ഗുണനിലവാരമുള്ളതും പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർക്ക് എന്താണ്? നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭ്യമാകുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇറ്റ് റൈസസ് കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് given by the healthcare organization as services provided by credentialed medical staff. പിന്നെ കൂടാതെ എന്താണ്? കമ്മ്യൂണിറ്റിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു അല്ലെ. സമൂഹത്തില് എന്തുകൊണ്ടാണ്? ആ ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും എങ്ങനെയുള്ളതായിരിക്കും?
ക്രെഡൻഷ്യൽഡ് ആയിരിക്കും അല്ലെ, യോഗ്യരായിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. അപ്പൊ അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസ് എങ്ങനെയായിരിക്കും? ഗുഡ് ഹെൽത്ത് കെയർ അല്ലെ, ആ വിശ്വാസം ഉണ്ടാവും, ഗുഡ് ക്വാളിറ്റി ഉള്ള പരിചരണമായിരിക്കും ലഭിക്കുന്നത്. അതുവഴി എന്താണ്, പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിൽ പോകുന്നതിന് വേണ്ടി ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ക്ലിയർ ആയത്? സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ, ക്ലിയർ അല്ലേ മിസ്? നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, it also provides an opportunity to the healthcare unit to benchmark with the best. ഈ അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഹോസ്പിറ്റൽസ് ഒരു ബെഞ്ച് മാർക്ക് ആണ് അല്ലെ, സമൂഹത്തിലെ വിത്ത് ദി ബെസ്റ്റ്, അവർ ബെസ്റ്റ് ആണ്, നല്ലതാണെന്ന് കാണിക്കാനുള്ള ഒരു ബെഞ്ച് മാർക്ക് അല്ലേ ഈ അക്രഡിറ്റേഷൻ അല്ലേ? എന്താണ്, സമൂഹത്തില് എന്താണ്, ആ ഹോസ്പിറ്റല് ബെസ്റ്റ് ആണ്, ക്വാളിറ്റി ഉള്ളതാണെന്ന് കാണിക്കുന്നതിനുള്ള ആ ഹോസ്പിറ്റലുകാരുടെ ഒരു ബെഞ്ച് മാർക്ക്, ഒരു അടയാളമാണ് അക്രഡിറ്റേഷൻ. ഗുഡ് നെയിം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, an accreditation status also provides a marketing advantage in competitive health care അല്ലേ? ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലാണുള്ളത്, ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ ഒരു സെക്ഷൻ, ഒരു ഏരിയയിൽ തന്നെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയല്ലേ അല്ലെ? ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം ലഭിച്ചു എന്ന് പറയുന്നത് എന്താണ്, മറ്റ് ഹോസ്പിറ്റലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് അവർക്ക് എന്താണ്, ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയാണ്. Next, the HCO standards having been certified by ISQUA provides an international recognition which will also help to encourage medical tourism. ISQUA എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ, എഴുതിയെടുത്തോട്ട, ISQUA എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ Society for Quality in Health Care. International Society for Quality in Health Care. HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്യണോ? HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഐയും എസും ക്യൂ ക്യാപിറ്റൽ ആണ്, ബാക്കി യുഎ സ്മോൾ ലെറ്റർ കേട്ടോ. അപ്പൊ എന്താണ് ISQU എന്ന് പറഞ്ഞാൽ എന്താ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നാബ് എന്ന് പറഞ്ഞാൽ എന്താ, നാഷണൽ ലെവലിൽ അല്ലേ? നാബ് HCO എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലുകളിലെ എന്താണ്,
ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അംഗീകാരം കൊടുക്കുന്നതാണ് ISQUA. അപ്പൊ ഇങ്ങനെ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലിൽ അംഗീകാരം ലഭിച്ചാൽ എന്ത് ചെയ്യും? എന്തിനെ ഹെൽപ്പ് ചെയ്യും? എൻകറേജ് മെഡിക്കൽ ടൂറിസം അല്ലേ? മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യില്ലേ, പ്രോത്സാഹിപ്പിക്കില്ലേ? ഇപ്പൊ ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡിസിറ്റിയിലെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ അറിയാൻ മാത്രമാണ്. കൊച്ചി ചോദിക്കില്ല അതില്. ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയില് രാജഗിരി ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? കൊച്ചിയിലുള്ള രാജഗിരി ഹോസ്പിറ്റൽ. അതിന് ഇന്റർനാഷണൽ ലെവലിലെ അക്രഡിറ്റേഷൻ ലഭിച്ച കൊച്ചിയിലുണ്ട്. കൊച്ചിയില് നെക്സ്റ്റ് പറയുന്നത് അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ഐ ഹോസ്പിറ്റൽ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഇതിനൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഫോറിനേഴ്സ് വരാറുണ്ടോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? അപ്പൊ ഇതെന്താണ്? മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കല്ലേ? വിദേശികള് നമ്മുടെ രാജ്യത്ത് എന്തിനു വരുന്നു? ട്രീറ്റ്മെന്റിന് വേണ്ടി ചികിത്സ എടുക്കാനായിട്ട് വരുന്നു അല്ലെ? അതെന്ത് ചെയ്യുന്നു? മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നു. ക്ലിയർ ആയോ? End accreditation provides an objective system of empanelment by insurance and other third parties. എന്താണ് ഈ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലുകൾക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇൻഷുറൻസും തേർഡ് പാർട്ടീസ് ഒക്കെ ക്ലെയിം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഇൻഷുറൻസുകളൊക്കെ ക്ലെയിം ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് കമ്പനികള് കേട്ടിട്ടില്ലേ? നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇൻഷുറൻസ്? ഗവൺമെന്റിന്റെ ഇൻഷുറൻസുകളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. ചിലവരെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അവരെന്ത് ചെയ്യും? അവരുടെ ലിസ്റ്റില് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഓൺലി സം ഹോസ്പിറ്റൽ. അപ്പൊ അങ്ങനെയുള്ള സെലക്ഷൻ ലിസ്റ്റില് ഇവരെന്തായിരുന്നു ഉൾപ്പെടാനും ഈ അക്രഡിറ്റേഷൻ കാരണമാക്കുന്നു. ക്ലിയർ ആയോ? ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാര് സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലില് ഇവരുടെ പേര് വരാനും ഈ അക്രഡിറ്റേഷൻ കാരണമാക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്സിനെ. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് നോക്കിയേ. ദ സ്റ്റാഫ് ഇൻ എൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഈസ് കണ്ടന്റ് alone since it provides for continuous learning, good working environment and leadership. എന്ത് ചെയ്യുന്നു? അംഗീകൃത ഇങ്ങനെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കിട്ടുന്നു? അവർ വളരെയധികം കണ്ടന്റ് ആയിരിക്കും അല്ലെ? കണ്ടന്റ്മെന്റ് ഉണ്ടായിരിക്കും. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവോ? സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? അവരെന്താണ്? വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? It provides for continuous learning. അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു പഠനം നടക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു എന്താണ്? പുരോഗമനങ്ങൾ അല്ലെ? ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാണ് അല്ലെ? പുതിയ ട്രീറ്റ്മെന്റുകൾ, പുതിയ ഫെസിലിറ്റീസ്, പുതിയ സർവീസുകൾ അല്ലെ? ആണോ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അവരുടെ മെഡിക്കൽ സ്കില്ലും ടെക്നിക്കൽ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കല്ലേ? അവർക്കുള്ള ട്രെയിനിങ്ങുകൾ അല്ലെ? ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യും അല്ലെ? ഡേ ബൈ ഡേ ചേഞ്ചസ് വരുമ്പോ എന്താണ്? അവരുടെ സ്കില്ലും അവരെ ലേണിംഗ് ഇംപ്രൂവ് എഫിഷ്യൻസി. അപ്പൊ എന്താണ്? അവർക്ക് തുടർച്ചയായിട്ടുള്ള ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ? അവർക്ക് എന്താണ്? ജോലി ചെയ്യുന്നതിന് ആവശ്യമായ നല്ലൊരു അന്തരീക്ഷം എന്താണ്? വർക്കിംഗ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. കൂടാതെ എന്താണ്? അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്
capabilities and skills of staff also that enhance in an accredited hospital. എന്താണ് അംഗീകൃത ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എന്താണ് കേപ്പബിലിറ്റീസും സ്കില്ലും അല്ലെ, അവരുടെ കഴിവുകളും അവരുടെ വൈദഗ്ധ്യവും എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു അല്ലെ, എൻഹാൻസ് ചെയ്യുന്നു, വർദ്ധിക്കില്ലേ? ആണോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കും, ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കും അല്ലെ? ആണോ? അപ്പൊ അവരെന്ത് ചെയ്യാണ്, അവരുടെ കഴിവും കേപ്പബിലിറ്റീസ് ഒക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ കിട്ടും അവർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കില്ലേ, എൻഹാൻസ് ചെയ്യല്ലേ, മാക്സിമൈസ് ആക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ എന്താണ്, ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ വൈദഗ്ധ്യവും സ്കില്ലും കഴിവുകളും വർദ്ധിക്കുന്നു, അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. It enhances comprehensive professional development, knowledge and skill in systematic ways with the defined ownership and accountability of all the staff that include medical and paramedical staff. എന്താണ് മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്വം ഉപയോഗിച്ച് എന്താണ് അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും നോളജും അവരുടെ കഴിവുമൊക്കെ അവർക്ക് എന്താ വർദ്ധിപ്പിക്കാനായിട്ട്, എൻഹാൻസസ് കോംപ്രഹെൻസസ് സമഗ്രമായി വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു അല്ലെ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ അല്ലെ, അവർക്ക് എന്താണ് ട്രെയിനിങ്ങുകൾ കിട്ടാം, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കിട്ടാൻ. അപ്പൊ അതിലൂടെയൊക്കെ എന്താണ് അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് പാര ആൻഡ് നോൺ പാര അല്ലെ, പാര സ്റ്റാഫുകൾക്കും മെഡിക്കൽ സ്റ്റാഫുകൾക്കും. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ. അക്രഡിറ്റേഷൻ ബോഡീസ്. അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് നാബ്. മിസ് ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലേ, NABH എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ്? നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഹോസ്പിറ്റലുകളാണ്, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് NABH. NABL മിസ് ലബോറട്ടറി എടുത്തപ്പോ പറഞ്ഞു. NABL ഓർമ്മയുണ്ടായിരുന്നെങ്കിലും നാഷണൽ accreditation board for testing and calibration testing and calibration laboratories. ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങള് എത്രത്തോളം എഫിഷ്യൻസി ഉള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നൊക്കെ നോക്കി കണ്ടിട്ട് ലബോറട്ടറിക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് NABL ബോർഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. വേൾഡ് വൈഡ്, ലോകത്തെമ്പാടും അല്ലെ, വേൾഡ് വൈഡ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് ACHSI. ജസ്റ്റ് അത് പഠിക്കാനുള്ളൂ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടില്ല. JCI നെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. JCI എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI ജോയിന്റ് കമ്മീഷൻ. മിസ് നേരത്തെ പറഞ്ഞില്ലേ ആസ്റ്ററിന് പിന്നെ മറ്റേ അഹല്യക്കൊക്കെ അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ ലെവലില്. അത് JCI അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCI അംഗീകാരമാണ് ആസ്റ്ററിനൊക്കെ ലഭിച്ചിരിക്കുന്നത്. രാജഗിരി ഹോസ്പിറ്റല്, ആസ്റ്റർ, അഹല്യ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ works to enhance patient safety
and quality of health care in the international community by promising education, publication, advisory services, and international accreditation and certifications. ഇവര് അക്രഡിറ്റേഷൻ മാത്രമല്ല ഈ JCI കൊടുക്കുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, പ്രസിദ്ധീകരണങ്ങൾ, അല്ലെ, പബ്ലിക്കേഷൻസ്, അഡ്വൈസറി സർവീസുകൾ, എന്താണ്, ഉപദേശക സേവനങ്ങൾ, പിന്നെ കൂടാതെ എന്താണ്, അന്തർദേശീയ ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കേഷനും വാഗ്ദാനം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തില് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് എന്താണ്, പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റിയും ഗുണനിലവാരവും ഉറപ്പുവരുത്തി വർക്ക് ചെയ്യുന്നതാണ് JCI. ഒന്നുകൂടി പറഞ്ഞുതരാം മിസ്. എന്താണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, പ്രസിദ്ധീകരണങ്ങള്, ഉപദേശക സേവനങ്ങള്, ഇന്റർനാഷണൽ ലെവലിലെ അക്രഡിറ്റേഷനും അംഗീകാരം കൊടുക്കലും അതിന്റെ സർട്ടിഫിക്കേഷനും നൽകലും എന്താണ് ചെയ്യുന്നുണ്ട്. എന്തിനെ മുൻനിർത്തിയാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും സേഫ്റ്റിയും പിന്നെന്താണ്, ഹെൽത്ത് കെയറിന്റെ, ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരവും മുൻനിർത്തി ആണ് ഇവരെന്താണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഹോസ്പിറ്റലുകൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇവർ ചെയ്യുന്നത്. എന്തൊക്കെ കൂടി ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം, അല്ലെ, എഡ്യൂക്കേഷൻസ്, പിന്നെ എന്താണ്, പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങൾ, കൂടാതെ എന്താണ്, ഉപദേശക സേവനങ്ങളും കൂടി എന്തിനെ നിർത്തി ഇവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള്? പേഷ്യൻസിന്റെ സേഫ്റ്റി, അല്ലെ, പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും അവരുടെ ഹെൽത്ത് ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരവും മുൻനിർത്തി JCI ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് JCI is the world's largest health care accreditor. JCI എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണ്. ഹോസ്പിറ്റലിൽ അംഗീകാരം നൽകുന്ന ഒരു ബോർഡാണ്. Since 1994, each hospital that has tried JCI Gold Seal of Approval has done so. NABL പറയണം. ഓക്കെ, മിസ് പറഞ്ഞുതരാട്ടോ, ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ട്. Approval has done so as part of the constant performance improvement journey. എന്താണ്? 1994 മുതൽ JCIയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ കിട്ടാനായിട്ട്, അല്ലെ, അപ്രൂവൽ പരീക്ഷിച്ച ഓരോ ആശുപത്രിയും എന്താണ് ഇപ്പോഴും അവരുടെ ആ ജേർണി, ആ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന്. ഗോൾഡ് സീൽ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ അംഗീകാരമാണ്. JCIയിലെ ഏറ്റവും വലിയ ടോപ്പ് അംഗീകാരമാണ് ഗോൾഡ് സീൽ അപ്രൂവൽ എന്ന് പറയുന്നത്. 1994 മുതൽ JCIയുടെ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റൽ എന്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? ആ ഗോൾഡ് സീലിലേക്ക് എത്താൻ വേണ്ടി, ആ ഗോൾഡ് സീൽ അംഗീകാരം കിട്ടാനായിട്ട് ഇപ്പോഴും അവരുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ? JCI ക്ലിയർ ആയോ? അതേന അഞ്ചു അയച്ചിട്ടുണ്ട് കേട്ടാ. ക്രിസ്റ്റീന അഞ്ചു അയച്ചിട്ടുണ്ട് കേട്ടാ. NABLന്റെ ഫുൾ ഫോം. ഗോൾഡ് സീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം, അവരുടെ ഏറ്റവും വലിയ ടോപ്പ് അംഗീകാരമാണ് ഗോൾഡ് സീൽ. അപ്പൊ അതിലേക്ക് എത്താനായിട്ട് അവരെപ്പോഴും ഈ 1994 മുതൽ JCIയുടെ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഗോൾഡ് സീലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോഴും അവരുടെ ജേർണി തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. അതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? നീ അക്രഡിറ്റേഷൻ ബോഡീസില് ഡൗട്ട് ഉണ്ടോ?
നെക്സ്റ്റ് എടുത്തോട്ടെ, NABH എടുത്തോട്ടെ. Next, NABH. The NABH standards are modernized every 4 years, and now the hospital puts into effect 5th edition April 2020. എന്താണ് നാഷണൽ NABH ന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ജെസിയുടെ ഇപ്പൊ ജെസിയുടെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് മിസ് പറഞ്ഞില്ലേ, ആസ്റ്റർ, രാജഗിരി. നിങ്ങൾക്ക് അതൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല മിസ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്റർനാഷണൽ ലെവല് അംഗീകാരം, ജെസിയുടെ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലാണ് അഹല്യ, രാജഗിരി, ആസ്റ്റർ മെഡ്സിറ്റി. നമ്മുടെ ഇവിടെ കുറച്ച് ഹോസ്പിറ്റലിന് മാത്രം അങ്ങനെ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, നാബിന്റെ അക്രഡിറ്റേഷൻ എന്ത് ചെയ്യണം? ഓരോ 4 വർഷം കൂടുമ്പോൾ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം, നവീകരിച്ചു കൊണ്ടിരിക്കണം, അല്ലെ, മോഡേണൈസ് ചെയ്തിരിക്കണം. ഇപ്പൊ now the hospital puts into effect 5th edition standard. ഇപ്പൊ ഹോസ്പിറ്റലില് ഉള്ള എഡിഷൻ ഏതാണ്? 5th, 5ാമത്തെ എഡിഷനിലെ സ്റ്റാൻഡേർഡുകൾ ഏപ്രിൽ 2020 വന്നിരിക്കുന്ന 5th എഡിഷൻ സ്റ്റാൻഡേർഡുകളാണ് ഇപ്പൊ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലില് നിലവിലുള്ളത്, സെറ്റിലുള്ളത്. NABH standards focus on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. Classification of hospital പഠിച്ചാലേ പഠിച്ചാണോ? ഓർമ്മയുണ്ടോ? ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞപ്പോ വിട്ടു അത്. അതില് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സ്മോൾ ഹോസ്പിറ്റൽ അല്ലേ, മീഡിയം ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? അവിടുത്തെ എല്ലാവിടത്തെയും എൻവിയോൺമെന്റ്, അന്തരീക്ഷം അല്ലെങ്കിൽ വർക്കിംഗ് എൻവിയോൺമെന്റ് ഒരേപോലെയാണോ? ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചുറ്റുപാട്, ഓക്കെ, ഒരേപോലെയാണോ? വർക്കിംഗ് എൻവിയോൺമെന്റ്, ഫെസിലിറ്റീസ് അല്ല, എന്താണ്? എല്ലാവിടത്തും എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും അല്ലെ? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്ര അഡ്വാൻസ്ഡ് ആയിരിക്കില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിന്റെ മാറുന്ന ചുറ്റുപാട്, ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവിയോൺമെന്റ്, ഓരോ ഹോസ്പിറ്റലിന്റെയും മാറുന്ന ചുറ്റുപാട് അല്ലെ? അവിടുത്തെ ചുറ്റുപാടിനെ അനുസരിച്ച് എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ ഉള്ള സ്റ്റാൻഡേർഡ് ഫോക്കസ് ചെയ്യുന്നത്, നാബ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഓരോ ഹോസ്പിറ്റലിന്റെയും മാറുന്ന ചുറ്റുപാട് അനുസരിച്ച് എന്ത് കൊടുക്കുക എന്നുള്ളത്? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ, പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും അവർക്ക് ക്വാളിറ്റിയുള്ള സർവീസുകളും നൽകുക എന്നുള്ളതാണ് നാബ് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്. ക്ലിയർ ആയോ? ഓരോ ഹോസ്പിറ്റലിന്റെയും മാറുന്ന ചുറ്റുപാട് എന്താണ്? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്രയും എന്ന് പറയുന്നത് ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കില്ല അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഉള്ള ഫെസിലിറ്റീസ്, ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഉള്ള സൗകര്യങ്ങൾ വെച്ച് കാണിട്ട് എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ, അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ ഗുണനിലവാരം ഉറപ്പുവരുത്തി കാണിട്ട് പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുക. അതാണ് നാബ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയത്? നെക്സ്റ്റ്, NAB is given by an autonomous body established by the Government of India known as QCI, Quality Control of India, which is the standard making board in India. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ഏതാണ്? QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ക്വാളിറ്റി മേക്കിംഗ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് QCI. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCI എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ സ്വയം ഭരണ സ്ഥാപനം, ഓട്ടോണോമസ് ബോഡി അല്ലെ,
സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ വരുന്ന ഒരു ബോർഡ്, ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നാബ്. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCAയുടെ കീഴിൽ വരുന്ന ഒരു സ്വയംഭരണ ബോർഡാണ് നാബ്. ക്ലിയർ ആയോ? ഇന്ത്യയില് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ സ്റ്റാൻഡേർഡുകളൊക്കെ നോക്കി കാണിട്ട് അവർക്ക് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ്. ഇപ്പൊ നമ്മൾ ചില സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ISO അംഗീകാരം ലഭിച്ചത് എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? ISO അംഗീകാരം ലഭിച്ചു അല്ലെ? അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ട ഫുഡൊക്കെ ആണെങ്കിൽ എന്ത് അംഗീകാരമാണ്? എന്തിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയെന്നാ പറയാ? കേട്ടിട്ടുണ്ടോ അതൊക്കെ? FSSAI അല്ലേ? അപ്പൊ ഇതെന്താണ്? അത് അവിടുത്തെ സ്റ്റാൻഡേർഡ്, ആ ഫുഡിന്റെ അല്ലെങ്കിൽ അതിനൊക്കെ ഓരോ എന്താണ് സ്റ്റാൻഡേർഡ് നോക്കി കണ്ടല്ലേ ഇങ്ങനെ കൊടുക്കുന്നത്, അംഗീകാരം കൊടുക്കുന്നത്? ആണോ? ആണ്. അപ്പൊ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCAന് അണ്ടറിൽ വരുന്ന അല്ലെ, അതിന് കീഴിൽ വരുന്ന ഒരു ഇന്ത്യൻ സർക്കാരിന്റെ ഒരു സ്വയംഭരണ ബോർഡാണ് NABH. ക്ലിയർ ആയോ? എടുത്തത് ക്ലിയർ ആയോ? NABH. മിസ് എടുത്ത ഭാഗങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണോ? ISQന്റെ ഫുൾ ഫോം എന്ന് പറയാവോ? ഏതാണ്? ISQ. ISQUA അല്ലേ? എഴുതിയെടുത്തോട്ടാ. മിസ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ. ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. കിട്ടിയോ ദേവികൃഷ്ണ? താങ്ക് യു മാം. NABH നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിന് മാത്രം പറയാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നും പറയാം കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയില്ലേ മിസ് എടുത്തത്? താങ്ക് യു മിസ്. അപ്പൊ ഇതിനുവേണ്ടി ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് സമയം ചെലവാക്കിയാ പോരെ? ഒന്ന് നോക്കാൻ 10 മിനിറ്റ് ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ് അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. താങ്ക് യു മിസ്.